Hello dears. So in the last video we were discussing about income effect, and also we have just given a clue regarding income consumption curve. Okay, so in this video we'll be just covering all the aspects related with income consumption curve. Moving on to ICC, income consumption curve is a locus of equilibrium points at various levels of consumers' income. അപ്പോൾ ഇന്നലത്തെ ആ ഡയഗ്രാം ഓർക്കുക. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് വേർ ദ ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജന്റ് വിത്ത് ദ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ അങ്ങനെ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈൻ ഇൻകമിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനും കൂടും, കാരണം നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇക്വിലിബ്രിയം ഫോം ചെയ്യും. ആൻഡ് അങ്ങനെ ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇക്വിലിബ്രിയത്തിൻ്റെ പോയിൻറ്റ്സ് ചേർത്തിട്ടാണ് നമുക്ക് ഈ ഇൻകം കൺസംഷൻ കർവ് കിട്ടുക. ഇൻകം കൺസംഷൻ കർവ് ട്രേസസ് ഔട്ട് ദ ഇൻകം എഫക്റ്റ് ഓൺ ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദ ഗുഡ്സ്, ആൻഡ് ഇൻകം എഫക്റ്റ് ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പോൾ ആ ഗ്രാഫ് എന്തായിരുന്നു എന്ന് ഓർക്കാതിരിക്കുന്നുണ്ടാവും. ഇതായിരുന്നു നമ്മൾ ഇന്നലെ കാണിച്ച ഗ്രാഫ്. അപ്പോൾ ഇതിനകത്ത് P1 L1 ആണ് ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എങ്കിൽ, അപ്പോൾ Q1 ആണ്, അതായത് ദിസ് IC1 കർവ് ടച്ച് ചെയ്യുന്ന ഈ Q1ലാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഉണ്ടാവുക. വെൻ ഇൻകം ഇൻക്രീസസ്, ഇൻകം ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് അപ്വേർഡ്സ്, ആൻഡ് സോ യു ആർ ഇൻ എ പൊസിഷൻ ടു ബൈ മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് X and Y, and so your satisfaction level increases, so the indifference curve also shifts upwards and a new equilibrium is formed at this Q2. ഇങ്ങനെ ഓരോ ലെവൽ ഓഫ് ഇൻകം ചേഞ്ചിനും ഇൻകം ഇൻക്രീസിനും നിങ്ങളുടെ ബഡ്ജറ്റ് ലെവൽ ഇങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് യു ആർ ഗെറ്റിംഗ് Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം ലെവൽസ് കിട്ടുന്നുണ്ട്. ഈ ലോക്കസ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പം ഇനി ഇതിന് പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പോസിറ്റീവ് എഫക്റ്റ്? ഇൻകം ഇഫക്റ്റ് ഫോർ എ ഗുഡ് ഇസ് സെഡ് ടു ബി പോസിറ്റീവ് വെൻ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഹിസ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ഓൾസോ ഇൻക്രീസസ്. നമ്മുടെ കയ്യിൽ കാശ് കൂടുന്ന സമയത്ത് നമ്മൾ ചില ഗുഡ്സിൻ്റെ കൺസംഷൻ നമ്മൾ കൂട്ടും. അങ്ങനെ കൂട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയും. ഇൻകം കൂടുമ്പം നമ്മുടെ കൺസംഷൻ കൂടുന്നു, ആ പെർട്ടിക്കുലർ കമോഡിറ്റീൻ്റെ കൺസംഷൻ കൂടുവാണെങ്കിൽ ആ that commodity is having positive effect due to change in income. This is a normal good case. When the income effect of both the goods represented on the two axes of the figure is positive, the income consumption curve will slope upwards to the right. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ നേരത്തെ കുറച്ചും കൂടെ താഴത്തേക്ക് പോകേണ്ട. അപ്പോൾ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് പ്രോഡക്ട്സിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺസംഷൻ നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് മേലോട്ട് പോകുന്ന ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഏതാണ്ട് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ട പോലെ തന്നെ, പക്ഷെ അത് താഴത്തേക്ക് ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ബെൻഡ് ചെയ്യുന്നുണ്ട്. ബെൻഡ് ചെയ്യാതെ നേരെ പോകുന്ന ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുക. വിൽ സ്ലോപ്പ് അപ്വേർഡ്സ് ജസ്റ്റ് ലൈക്ക് യുവർ സപ്ലൈ കർവ്. ഓർക്കാൻ എളുപ്പത്തിന് നമ്മുടെ സപ്ലൈ കർവ് പോലെയാണ് അത് പോവുക. ദെൻ only the upward sloping income consumption curve can show rising consumption of two goods as income increases. അങ്ങനെ മേലോട്ട് പോയാൽ മാത്രമാണ് അതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗുഡ്സിൻ്റെ കൺസംഷൻ ഇസ് ഓൾസോ ഇൻക്രീസിങ് അലോങ് വിത്ത് ഇൻകം ഇൻക്രീസ്. ഇനി നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് എഫക്റ്റ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവും നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന്. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പം ഇൻകം കൂടുന്ന സമയത്ത് ചില കമോഡിറ്റീസിൻ്റെ യൂസ് നമ്മൾ കുറയ്ക്കും, ഒഴിവാക്കും. അപ്പോൾ കാശില്ലാത്ത കാലത്തായിരിക്കും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണ് അത് സംഭവിക്കുക. നമ്മളത് കഴിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇൻഫീരിയർ ഗുഡ്സിൽ നിന്ന് മാറി സുപ്പീരിയർ ഗുഡ്സിലേക്ക് പോകും. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതിന് പകരം എന്ത് ചെയ്യാണ് ചെയ്യണത്? കുറയാണ് ചെയ്യുന്നത്. അതിനെയാണ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയാം. ഇൻകം ഇഫക്റ്റ് ഫോർ എ ഗുഡ് ഇസ് സെഡ് ടു ബി നെഗറ്റീവ് when with the increase in his income the consumer reduces his consumption of the goods. Such goods for which income effect is negative are called inferior goods. This is because the goods whose consumption falls as income of the consumer rises
are considered to be some way inferior by the consumer, and therefore he substitutes superior goods for them when his income rises. അപ്പോൾ ഇൻകം കൂടുന്ന സമയത്ത് അയാൾ സുപ്പീരിയർ ഗുഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇൻഫീരിയർ ഗുഡ്സിന് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടില്ല, കുറയാണ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവും എന്ന് കാണണ്ടേ? ഇത് നോക്കൂ, ഈ ഒരു കേസിൽ ഇത് നമ്മുടെ ICC ആണ്, ഇൻകം കൺസംഷൻ കർവ് ആണ്. സീ ദ പൊസിഷൻ. ഇതിനകത്ത് ഈ എക്സ് എന്ന് പറയുന്ന ഗുഡ് ഇസ് എൻ ഇൻഫീരിയർ ഗുഡ്. എക്സിൻ്റെ ഇപ്പോൾ ഇൻകം ഇങ്ങനെ കൂടുകയാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റ്, ഇവിടെ ഒരു ബഡ്ജറ്റ് ലൈൻ ഉണ്ട് P1L1, അവിടുന്ന് ഇൻകം കൂടി. ഓക്കെ, ഇവിടെ വരെ വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഇതാക്കി. ആൻഡ് പിന്നെയും കൂടുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ഇറ്റ്സ് ഓക്കെ. ഒരു ലെവലിൽ കൂടുതൽ നമ്മുടെ കാശ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ലോട്ടറി അടിച്ചു, സാധാരണ ശമ്പളത്തിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് വരുന്നതോടുകൂടി മാറുകയല്ല. ലോട്ടറി അടിച്ചു, നമ്മുടെ ബഡ്ജറ്റ് ലൈന് പിന്നെയും ഷിഫ്റ്റ് ചെയ്തു, കാശ് കൂടി, ഒരു പെർട്ടിക്കുലർ ലെവലിനേക്കാൾ കൂടുതൽ കൂടി കഴിയുമ്പം സി ദ കൺസംഷൻ ഓഫ് എക്സ് ഗുഡ്സ്, നമ്മൾ ഈ ലൈനിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ, സി ദ ആരോ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു ലൈനിനേക്കാൾ താഴെയായിരിക്കും, കുറവായിരിക്കും ഈ എക്സിന് വരുന്നത്. അപ്പോൾ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ കർവ് ഇങ്ങോട്ട് മേലോട്ടേക്ക് ഇങ്ങനെ പോകുമ്പം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രോഡക്റ്റ് എക്സ് is an inferior commodity for which there is negative income effect. Income effect becomes negative only after a point. It signifies that only at higher range of income some goods become inferior goods, and up to a point the consumption behaves like those of normal goods. ഒരു പോയിന്റ് വരെ, അതായത് ഏതാണ്ട് ഒരു ഇവിടം വരെ അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത് നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നേരെ വൈയിലാണെങ്കിൽ നമ്മുടെ കേർവ് എങ്ങനെ ഇരിക്കും? അതായത് ഇവിടെ വൈ ആക്സിസിലുള്ള ഒരു ഗുഡിനാണ് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉള്ളതെങ്കിൽ ഏതാണ്ട് ഇവിടെ വരെ അത് നോർമലായിട്ട് പോവും. അതിന് ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ നോക്കൂ, ഇത് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഏതാണ്ട് കുറഞ്ഞിട്ടാണ് വരുന്നത്. This signifies that good Y is an inferior good because beyond point Q2 ശേഷം എന്ത് ചെയ്യുന്നില്ല, ഇൻകം എഫക്റ്റ് is negative for good Y, and as a result its quantity demanded falls as income increases. ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് വൈൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകിൽ നമ്മുടെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ നമ്മൾ തൊട്ടിന് മുമ്പേ കണ്ട പോലെ ഇങ്ങനെ ആവാം. അപ്പോൾ പല ഷേപ്പിലേക്ക് നമുക്ക് ഇത് വരാം. ദെൻ ഇൻകം എഫക്റ്റ് ഓൺ നെസസിറ്റീസ് ആൻഡ് ലക്ഷറീസ്. ഇപ്പോൾ നോർമൽ ഗുഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം, നെസസറീസും ലക്ഷറീസും. നെസസിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് എ കമോഡിറ്റി റൈസസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. ഇൻകം കൂടുന്നതിനേക്കാൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്, അത്ര തന്നെ കൂടാതെ അങ്ങനെയാണ് റൈസ് ചെയ്യുന്നത് എങ്കിൽ ആ കമോഡിറ്റി ഒരു നെസസിറ്റി ആയിരിക്കും. ഇപ്പോൾ ഉപ്പ് വില കൂടി വിചാരിച്ചിട്ട് ഉപ്പ് കൂടുതൽ വാങ്ങിയിട്ട്, വില കൂടിയെന്നല്ല, ഇൻകം കൂടിയെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഉപ്പ് കൂടുതൽ വാങ്ങിച്ചിട്ടിടുമോ? ഇല്ല, അത് നെസസിറ്റിയാണ്. ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ വാങ്ങിക്കുക, അല്ലേ? ഓൺ ദ അതർ ഹാൻഡ്, ക്വാണ്ടിറ്റി പർച്ചേസ് ഓഫ് എ കമോഡിറ്റി increases more than proportionately to the increase in income. കുറച്ച് വരുമാനം കൂടുമ്പോഴേക്ക് വലിയ കാറ് വാങ്ങാൻ പോകുന്നു, അത് ലക്ഷറിയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻകം കൂടുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. അങ്ങനെ വരുന്നത് ആണ് ലക്ഷറി ഐറ്റമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ICC കർവ് ഇങ്ങനെ ഇരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ ലക്ഷറി പ്രോഡക്റ്റ്, എക്സ് നെസസിറ്റിയും വൈ ലക്ഷറി ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നെസസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ വരച്ചാലും എക്സിൻ്റെത് കൂടുന്നതിനൊരു പരിധിയുണ്ട്, കാരണം അത് നെസസിറ്റിയാണ്, ആവശ്യമുള്ളതാണ് വാങ്ങിക്കുക. വൈ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ലക്ഷറി ആവുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ചേഞ്ച് ഇൻ ഇൻകം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് വൈ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ഇതാണ് നമ്മുടെ ICC 3 ആണ് ലക്ഷറി, എക്സ് ലക്ഷറി വൈ നെസസിറ്റി ആവുമ്പോഴുള്ള ഗ്രാഫ്. ഇത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വരച്ച പോലെ, അത് താഴത്തേക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ വരയ്ക്കുന്ന പോലെ
ഇങ്ങനെയാണ്, പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുവിധം നമ്മുടെ ഈ ICC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. If you have any doubts regarding the graphs or the content that is being discussed, please feel free to contact me. Thank you.